കാഫിർ പ്രയോഗം തിരിച്ചടിച്ചതോടെ സിപിഎം പ്രതിരോധത്തിൽ. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് ഡിസിസി അധ്യക്ഷൻ. മതത്തെ ഇടതല മൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നുവെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. തൃശൂർ ലൂർദ് മാതാവിന് പാട്ടും സ്വർണ്ണക്കൊന്തയും സമർപ്പിച്ച് സുരേഷ് ഗോപി. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പത്മജയ്ക്കൊപ്പം പുഷ്പാർച്ചന. ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്ന് വിശേഷണം. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുള്ള സുരേഷ് ഗോപിയുടെ സന്ദർശനം തുടരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ. കരുണാകരന് ശേഷം ഒ രാജഗോപാൽ മാത്രമാണ് കേരളത്തിന് ഗുണം ചെയ്തതെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് വി മുരളീധരന്റെ മറുപടി. അദ്ദേഹം തന്നെ പറയും, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിക്ഷേപകരെ ചതിച്ചെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇഡി. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു. കളക്ഷൻ റെക്കോർഡിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 4 പേർക്ക് കൂടി വിട ചൊല്ലി നാട്. അനുമതി കിട്ടും വരെ വിമാനത്താവളത്തിൽ കാത്തിരിക്കാൻ മന്ത്രി വീണ ജോർജിനോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് വി മുരളീധരൻ. തൃശൂരും പാലക്കാടും ഭൂചലനത്തിൽ വീടുകളിൽ പ്രകമ്പനം. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. കുന്നംകുളത്തും മുണ്ടൂരിലും ചലനമുണ്ടായതായി നാട്ടുകാർ. ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം. കാറിൽ നീന്തൽക്കുളമുണ്ടാക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കി. കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് RTIയുടെ കർശന നടപടി. അപ്പീൽ നൽകാൻ യൂട്യൂബർക്ക് അവസരം. സർവീസ് സ്റ്റോറിയിലെ പരാമർശത്തിന് മുൻ DGP സിബി മാത്യൂസിനെതിരെ കേസ്. സൂര്യനെല്ലി കേസിലെ അതിജീവിതയുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതിന് കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരം. കേസിലേക്ക് നയിച്ചത് സൂര്യനെല്ലി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KK ജോഷ്വയുടെ പരാതി. മൂന്നാം ഊഴത്തിൽ ആദ്യ വിദേശ പര്യടനം പൂർത്തിയാക്കി നരേന്ദ്രമോദി. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി G7 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മോദിക്കൊപ്പമുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ സെൽഫി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായി UDF പ്രചരിപ്പിച്ചതായി ആരോപണമുയർന്ന കാഫിർ പ്രയോഗം CPMന് തന്നെ തിരിച്ചടിയാകുന്നു. CPM അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. CPM നേതാവ് KK ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീംകായും കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വടകരയിലുടനീളം വലിയ പ്രചരണായുധമായിരുന്നു CPMന് കാഫിർ പ്രയോഗം. കോഴിക്കോട്ട് കരീംക എന്ന പോസ്റ്റർ കേരളം ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഉപയോഗിച്ച 2 പ്രയോഗങ്ങളും 2 വിഷയങ്ങളും തിരിച്ചടിക്കുകയാണ് പാർട്ടിക്ക്. സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും CPMന്. വടകര തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് കാഫിർ പ്രയോഗമടങ്ങിയ സ്ക്രീൻഷോട്ട് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവായ PK മുഹമ്മദ് ഖാസിം എന്നയാളുടെ പേരിലാണ് ഈ സന്ദേശം പരക്കുകയും ചെയ്തത്. എന്നാൽ തന്റെ പേരിലല്ല, അല്ലെങ്കിൽ താൻ അല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് അദ്ദേഹം അറിയിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷണം ഫലപ്രദമാകുന്നില്ല എന്നാരോപിച്ചാണ്
ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. കാസിമിന്റെ പേജിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. അമ്പാടി മുക്ക് സഹാക്കൾ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഈ പേജിന്റെ ഉടമ ആര് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫേസ്ബുക്കിനെ ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം പോരാളി ഷാജി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ അമ്പാടിമുഖ സഹാക്കൾ എന്ന പേജിൽ കണ്ട സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക അടക്കമുള്ള ആളുകളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ആരോപണം ഉന്നയിച്ച CPM ഇക്കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. KK ലതിക അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DCC നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു കാസിം നിരപരാധി റിപ്പോർട്ട് നൽകാൻ. KK ലതികയാണ് ഇത് പ്രചരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇത് തെളിയണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് KK ലതികയെ, പിന്നീട് പ്രചരിപ്പിച്ചവരെ, പിന്നീട് പ്രചരിപ്പിച്ച ഗ്രൂപ്പിലെ അഡ്മിൻകാരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തീർച്ചയായും യഥാർത്ഥ ആളുകളെ കൊണ്ടുവന്ന് അടുത്ത ജനങ്ങളുടെ പോരാട്ടം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഹൈക്കോടതി. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത്. ഫേസ്ബുക്കിൽ നിന്നും വിവിധ പേജുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ യഥാർത്ഥ പ്രതികളെ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നു. അധികം വൈകാതെ ഇത്തരം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നതും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കാഫിർ വിവാദത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളും പ്രത്യാപനങ്ങളും ഇപ്പോഴും വടകരയിൽ കൊഴുക്കുകയാണ്. MS സുരേഷ് കുമാർ റിപ്പോർട്ടാണ് കണ്ടത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളും തിരുത്തൽ വഴികളും തേടി CPMന്റെ നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. മോദി സർക്കാരിനെതിരെ ഉള്ള ജനങ്ങളുടെ വികാരം കേരളത്തിൽ UDFനെ തുണച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തിരിച്ചടിയായതെന്ന അഭിപ്രായം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഭരണവിരുദ്ധ വികാരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം തേടിയും തിരുത്തലുകൾ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനിക്കാനുമാണ് നാളെ മുതൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃയോഗങ്ങൾ ചേരുന്നത്. 5 ദിവസത്തെ നേതൃയോഗമാണ് നാളെ AK സെന്ററിൽ ആരംഭിക്കുന്നത്. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന സമിതിയും. ഞായർ മുതൽ വ്യാഴം വരെ ഒരു വലിയ നീണ്ട കാലയളവിലേക്കാണ് CPM തെരഞ്ഞെടുപ്പ് പരാജയ വിശകലനങ്ങളിലേക്ക് കടക്കുന്നത്. വലിയ തിരിച്ചടി ഉണ്ടായെന്ന് CPM നേതൃത്വം ഒന്നടങ്കം സമ്മതിക്കുന്നു. മഹാവിജയം UDFിനുണ്ടായെന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിലടക്കം പറയേണ്ടി വന്നു. തിരുത്തലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും അതുപോലെ തന്നെ ആദ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇറക്കിയ വാർത്താക്കുറിപ്പിലുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഏതറ്റം വരെ തിരുത്തൽ വേണം? മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് മോദി സർക്കാരിനെതിരായ വലിയ വികാരമുണ്ടായിരുന്നു. മോദി സർക്കാർ മാറണമെന്ന ജനങ്ങൾക്ക് അഭിലാഷമുണ്ടായിരുന്നു. ആ അഭിലാഷം നിറവേറ്റാൻ ഏറ്റവും എളുപ്പം UDFനെ കോൺഗ്രസിന് ഇവിടെ വോട്ട് ചെയ്യുന്നതെന്ന ജനം വിലയിരുത്തി എന്ന കാരണമാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോഴും വലിയ പരാജയമാണ്, വലിയ തിരിച്ചടി ഉണ്ടായതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. എല്ലാ കാരണങ്ങളും ചർച്ച ചെയ്യും, തിരുത്തുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു. അതായത് ഭരണവിരുദ്ധ വികാരമാണ് തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ ഭരണവിരുദ്ധ വികാരത്തിന് മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ അപ്രീതിയാണ് തോൽവിക്ക് ഏറ്റവും പ്രധാന കാരണമെന്ന് വിശ്വസിക്കുന്നവർ CPM നേതൃത്വത്തിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിലെ പലരും, യെച്ചൂരി മാത്രമല്ല പ്രകാശ് കാരട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പിണറായി വിജയന്റെ ഈ ഭരണം ഈ രീതിയിൽ പോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ, മലപ്പുറത്തൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെയുള്ള സൂചനകൾ. അങ്ങനെയെങ്കിൽ വിപുലമായ ഒരു തിരുത്തലിന്, വിപുലമായ ഒരു മാറ്റത്തിന് CPM തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. 2019 വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അന്ന് ശബരിമല വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാടുകൾ തിരിച്ചടിക്ക് പ്രധാന കാരണമായെന്ന് തുറന്നു പറയാൻ, ആ തെറ്റുകൾ തിരുത്താൻ ഇറങ്ങി നടന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ CPM നേതൃത്വം തയ്യാറായിരുന്നു. അത്തരത്തിലൊരു ഏറ്റുപറച്ചിൽ സമൂലമായ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിന് ശേഷം CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അത്തരം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ആ മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി നിന്നുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, തുടർഭരണം ഉണ്ടാക്കുന്നു എന്ന വികാരം പരസ്യമായി തന്നെ നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പരാജയം വരുമ്പോഴും മുഖ്യമന്ത്രിയല്ലേ കാരണക്കാരെന്ന പൊതു സംശയമാണ് സമൂഹത്തിൽ ഉയരുന്നത്. മുഖ്യമന്ത്രി മാറില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ശൈലിയിലെങ്കിലും മാറ്റം തയ്യാറാകുമോ? അത്തരം മാറ്റം വേണമെന്ന ആവശ്യം നേതൃത്വങ്ങൾ ഉയർന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര നേതൃത്വം വളരെ പ്രാധാന്യത്തോടെ കാണുകയാണ് കേരളത്തിലെ ഈ പരാജയം. വലിയ ആശങ്കയോടുകൂടി കേന്ദ്ര നേതൃത്വം കാണുകയാണ്. ഒരുപക്ഷേ കേന്ദ്ര നേതൃത്വം കൂടി നേരത്തെ സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങളിൽ എടുത്തതിന് അപ്പുറത്തേക്കുള്ള ഒരു ജാഗ്രതയോടുള്ള സമീപനം കേന്ദ്ര നേതൃത്വം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനുമുണ്ട്. നാളെ
നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾക്കെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനമുണ്ടാകുമെന്നതൊക്കെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. ഭാരതമാതാവാണ് ഇന്ദിരാഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കെ കരുണാകരനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചനയും നടത്തി. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം മുരളീ മന്ദിരത്തിൽ എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അവമര്യാദയല്ല. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി, അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും. ആ നിലയിലൊരു സഹവർത്തിത്വം, ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള, അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തൃശൂർ ലൂർദ് മാതാ പള്ളിയിലും സുരേഷ് ഗോപി പ്രാർത്ഥനയ്ക്കെത്തി. ലൂർദ് മാതാ പള്ളിയിൽ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചതിന് പിന്നാലെ മാതാവിന് നന്ദി പറഞ്ഞ് സുരേഷ് ഗോപി. അദ്ദേഹം ആലപിച്ചത് അദ്ദേഹം തന്നെ പാടിയ ക്രിസ്തീയ ഭക്തിഗാനമാണ്. നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനം മാർച്ചിൽ സുരേഷ് ഗോപി തന്നെ പാടി യൂട്യൂബിൽ റിലീസായ ഒന്നാണ്. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 14,506 ഒരു അർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. ഞങ്ങളിത് പുറത്തു വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ്, പോലീസിന്റെ മുമ്പിൽ ഹാജരായതാണ്. അയാൾ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ. അന്ന് UDF-ന്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ്. ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടുന്ന് ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന്. അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ വാളിന്റെ സൃഷ്ടി ആരായിരുന്നു, ആ വ്യാജ വെട്ടിന്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു, ആ ഉറവിടം CPM തന്നെയായിരുന്നു എന്നുള്ളതിൽ ഇനിയൊരു സംശയം ആർക്കും ബാക്കിയുണ്ടാവില്ല. ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ UDF-ന്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
CPM-ന്റെ പ്രവർത്തകരോട് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം. ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഒരു മുൻ MLA KK ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ, സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിന്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണ്, ഇത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട്. ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയം കൊണ്ടാണ്, അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി. എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ, തയ്യാറായവർ, ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ CPM-ന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ. അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഔദ്യോഗിക പരിപാടി LDF-ന്റെ വടകരയിൽ നടന്നു. ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധിവരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവുന്ന അറിഞ്ഞിട്ട് ആരുടെയോ കുബുദ്ധിയിൽ പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പോലീസിന്റെ ഉത്തരവാദിത്തം ഇതോടുകൂടി തീരുന്നില്ല. പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക. ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങള് കേസെടുക്കുന്നു എന്നുള്ളത്, ആ ആവേശം എന്താ? ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ? പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPM-നും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത്. ആ ഫേസ്ബുക്ക് അഡ്മിന്മാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എവിടുന്ന സാധനം കിട്ടിയെന്നുള്ളത്. അല്ലെങ്കിൽ ഇവര് ഫോൺ പരിശോധിച്ചെന്ന് പറയുന്ന KK ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇത് എവിടുന്നാ കിട്ടിയതെന്ന്? അല്ല, ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും. രാഷ്ട്രീയമായി ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിന് അറിയണം. ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം. ഈ കള്ളപ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് അതിന് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത. അതാണ് വടകരയിലെ ജനങ്ങൾ, അതാണ് വടകരയിലെ വോട്ടർമാർ. ഈ CPM പറയുന്നത് അമ്പാടി സഹാക്കള്, പോരാളി ഷാജി എന്നീ പേജുകളിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഈ പേജുകളുടെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല. അവർ സ്വയം വെളിപ്പെടുത്തണമെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. ഒരു അജ്ഞാതമായ ഉറവിടം, അത് ആരുടേതാണെന്ന് അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ MLA ജില്ലാ സെക്രട്ടറിയായിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക. ചോദ്യം കണ്ണാടി മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ഇത് ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക, എതിരാളിയെ കാഫിർ പിന്നെ എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വമാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതെന്ന് സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത്. ഇവർക്ക് അറിയാത്ത അഡ്മിനാണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ LDF-ന്റെ CPM-ന്റെ പരിപാടി വടകരയിൽ നടക്കുക. ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ പ്രത്യേകിച്ച് എന്നെ ഒരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു മുൻ MLA-യുടെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്തണം, ആ ചാപ്പ എന്റെ മേല് വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രനായതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നതുകൊണ്ടൊന്നല്ല, ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ആവശ്യമുള്ളപ്പോ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക, തിരിച്ചടി നേരിടുമ്പോ
ബന്ധോ അഡ്മിനോ അറിയില്ല എന്ന് പറയാ, ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പൊ ഇവർക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിനെ ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ? അപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പൊ ഇത് കുഴപ്പമാവുന്ന കണ്ടപ്പോ അയ്യോ ഞങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ? ഞാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇവിടുത്തെ DGPയോ അല്ല, ഞാൻ വടകരയിലെ MP ആണ്. ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP. ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇനിയിപ്പോ പോലീസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടി എന്നുള്ളത് സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്ക് നേരത്തെ പല റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാറില്ല, കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്. അല്ല, അതങ്ങനെ കഴിയരുത്. കാരണം എന്താ പറയുക, ഇത് കേവലം ഒരു തരം ഒരു ആക്ഷേപം ഉന്നയിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക, അങ്ങനെയല്ല. അങ്ങനെ ചെറിയ ഒരു കാര്യമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന, നാടിന്റെ ഐക്യത്തോട് ചെയ്യുന്ന വല്ല അനീതിയാ. ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾ കോടതിയുടെ സഹായവും ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ എക്സ്പോസ് ചെയ്യുന്ന നിലപാടും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പോലീസ് വിചാരിച്ചാൽ മിനിറ്റുകൾ മതി. ഷാഫി പറമ്പിലാണ് മാധ്യമങ്ങളെ കണ്ടത്. കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട വടകരയിൽ ആരംഭിച്ച പോരാട്ടം അതിന്റെ അലയൊലികൾ മാറുന്നില്ല. CPM ഈ വിഷയത്തിൽ ഇപ്പോൾ മറുപടി പറയേണ്ട സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട ശക്തമായ പരാജയത്തിനൊടുവിൽ കായംകുളത്ത് CPMൽ പൊട്ടിത്തെറി. വെറുതെ എന്ന തലക്കെട്ടിൽ CPM ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് താഴെ പരാജയത്തെ സംബന്ധിച്ച് പ്രവർത്തകരുടെ രൂക്ഷ വിമർശനമുയർന്നു. BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നടക്കമുള്ള ആക്ഷേപമുയർന്നതോടെ ഏരിയ സെക്രട്ടറി പോസ്റ്റ് പിൻവലിച്ചു. വെറുതെ എന്ന തലക്കെട്ടോടെയാണ് കായംകുളം CPM ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഫേസ്ബുക്കിൽ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത്. പിന്നാലെയായിരുന്നു പ്രവർത്തകരുടെ രൂക്ഷ വിമർശനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിൽ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയതിനു പിന്നിൽ ഏരിയ നേതൃത്വമാണെന്ന വിമർശനമുണ്ട്. CPM രൂപം കൊണ്ട പത്തിയൂരും ദേവികുളങ്ങരയും ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനും BJP ഒന്നാമതെത്തിയതിനും പിന്നിൽ ഏരിയ നേതൃത്വവും വെറുതെ ഇരുന്നതുകൊണ്ട് തന്നെയാണെന്ന് പോസ്റ്റിന്റെ വെറുതെ എന്ന തലക്കെട്ടിനെതിരെയും വിമർശനമുണ്ട്. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കായംകുളത്ത് വിജയിക്കുമെന്നും കമന്റുകളിൽ പറയുന്നു. വെറുതെ ഇരുന്നാൽ മതിയെന്നും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നതിനൊപ്പം കായംകുളത്തെ BJPയുടെ പ്രധാന റിക്രൂട്ട്മെന്റ് ഏജൻസി CPM ഏരിയ നേതൃത്വമാണെന്നും ആക്ഷേപമുയർന്നു. ഇതോടെ FB പോസ്റ്റ് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പിൻവലിച്ചു. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും CPMന് ലീഡ് നൽകുന്ന കായംകുളത്ത് ഇത്തവണ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്ന് മാത്രമല്ല, പാർട്ടി കോട്ടകളിലെല്ലാം ഒന്നാമതെത്തിയ BJP കോൺഗ്രസുമായി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴ കായംകുളം CPM ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ ശരണ്യ സ്നേഹജൻ നൽകും. ശരണ്യ, ഇത്തരത്തിൽ അരവിന്ദാക്ഷന്റെ പോസ്റ്റ് അത് പിൻവലിച്ചു എങ്കിലും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി. പ്രത്യേകിച്ചും കായംകുളം, മുതുകുളം, പത്തിയൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ BJPക്കുണ്ടായ വോട്ട് വർധനവ്, CPMന്റെ പുറകോട്ടുപോക്ക് ഒക്കെ. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ ഔദ്യോഗിക നിലപാട്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം കായംകുളത്ത് CPM നേരിട്ട തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും അമർഷവും കായംകുളത്ത് പുകയുന്നതിനിടയിലാണ് ഈ CPMന്റെ കായംകുളം ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഒരു പോസ്റ്റ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇടുന്നത്. വെറുതെ എന്ന തലക്കെട്ടോടു കൂടിയാണ് തന്റെ ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റ് ഇടുന്നത്. അതിന് താഴെയാണ് രൂക്ഷമായ വിമർശനം പാർട്ടി പ്രവർത്തകരിൽ നിന്നുണ്ടായത്. അതായത് CPM പ്രവർത്തകർ നേരിട്ടെത്തി ഏരിയ സെക്രട്ടറിയെ വിമർശിച്ചു എന്നുള്ളതാണ്. കായംകുളം, പത്തിയൂർ അടക്കമുള്ള ഇടങ്ങളിൽ വന്ന തിരിച്ചടി, അതായത് CPM ജില്ലയിൽ ഉത്ഭവിച്ച ഇടമാണ് പത്തിയൂർ അടക്കമുള്ള ഇടങ്ങൾ. ആ പഞ്ചായത്തുകൾ എല്ലാ ഘട്ടത്തിലും CPM കോട്ടയായി ഉറച്ചു നിൽക്കുകയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. അവിടെയൊക്കെ തന്നെയും BJP 1ാം സ്ഥാനത്തേക്ക് എത്തുകയും CPM 3ാം സ്ഥാനത്തേക്ക്
പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. ഇത് നേതൃത്വത്തിന്റെ പിഴവാണ് എന്നുള്ള രീതിയിലാണ് വലിയ വിമർശനം ഉയർന്നത്. തുടർന്ന് ഇന്നലെ ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് അരവിന്ദാക്ഷൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രവർത്തകരുടെ വിമർശനം ഏറ്റുവാങ്ങാനാവാതെയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിട്ടുള്ളത്. BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കായംകുളത്ത് CPM ഏരിയ നേതൃത്വം നീങ്ങുന്നു അല്ലെങ്കിൽ മാറുന്നു എന്നടക്കമുള്ള വലിയ വിമർശനമുണ്ട്. വെറുതെ തന്നെ ഇരുന്നാൽ മതി, ഇനി ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടതില്ല എന്നുള്ളതടക്കം പ്രവർത്തകർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല കായംകുളത്തെ പരാജയത്തിന് കഴിഞ്ഞ ദിവസം പ്രതിഭ MLA തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിഭയുടെ പോസ്റ്റിനടിയിലും അത്തരത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ സന്തോഷമാണോ ഈ പ്രകടമാക്കുന്ന അടക്കമുള്ള വിമർശനമാണോ ഉയർന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് CPMനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ട് കായംകുളത്തെ പാർട്ടിയിലെ ഉൾപ്പോര് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഈ വലിയ തിരിച്ചടിക്ക് കാരണമായി മാറിയത് CPMനകത്ത് ഉൾപ്പോരാണെന്ന് അടക്കമുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. രഞ്ജിത്ത്. ശരണ്യ സ്നേഹിതരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് NTA ഡയറക്ടറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം GPOയിലേക്ക് നടന്ന KSU മാർച്ചിൽ സംഘർഷം. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, സംഘർഷത്തിനായവുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതായത് മത്സര പരീക്ഷകളുടെ വിശ്വസനീയത നഷ്ടപ്പെടുത്തിയ NTA ഡയറക്ടറെ പുറത്താക്കുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. കൂടാതെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സുതാര്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. കൂടാതെ കോഴിക്കോട് NITയിൽ സമരം നടത്തിയതിന്റെ പേരിൽ ഏകദേശം 30 ലക്ഷത്തോളം രൂപ വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തിയ സംഘപരിവാർ അനുകൂലികളായ ഉദ്യോഗസ്ഥന്റെ പണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേസ് മാർച്ച് നടത്തിയത്. തുടർന്ന് ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പോലീസുകളുണ്ടായിരുന്നു. ആ സമയത്ത് ഉന്തിക്കയറാൻ ഈ ഒരു ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയും ഒപ്പം തന്നെ അത് ചെറിയ രീതിയിൽ ഒരു ഉന്തുതുള്ളിലേക്കും കാര്യങ്ങൾ എത്തിച്ചു. തുടർന്ന് മൂന്ന് തവണ ഈ ഒരു ജലപീരങ്കി പ്രയോഗിക്കേണ്ട തരത്തിലേക്ക് പോയി. ചെറിയ സംഘർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അല്പസമയം നേരം മാത്രമായിരുന്നു ഈ ഒരു പ്രതിഷേധം നിലനിന്നത്. ഇപ്പോൾ സംഘർഷാവസ്ഥയൊന്നും തന്നെയില്ല. ഇപ്പോൾ മാർച്ച് പൂർത്തിയാക്കി അവർ പിരിയുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതേ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിന് ഇടയാക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജഗോപാലും K കരുണാകരനും മാത്രമാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി V മുരളീധരൻ. താൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് തനിക്കും ജനങ്ങൾക്കും ബോധ്യമുണ്ടെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടെയാണ് സഞ്ജുവിനെ MVD കുരുക്കിയത്. വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു. ശരണ്യ അപ്പീലിനുള്ള അനുവാദമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും അത്ര പെട്ടെന്ന് ഇനിയിപ്പോൾ ലൈസൻസ് ഒക്കെ തിരികെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും സഞ്ജു ടെക്കിക്കെതിരെ ഇപ്പോൾ നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം സഞ്ജു സ്വന്തം കാറിൽ
ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു ടർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി അതിനകത്ത് വെള്ളം നിറച്ചുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതുമായി സഞ്ചരിക്കുന്നതിനിടയിൽ ഈ വാഹനത്തിന്റെ എയർ ബാഗ് പൊട്ടുകയും വാഹനം നിർത്തി ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തിരുന്നു. ഒരു സ്കൂൾ അടക്കമുള്ള തിരക്കുള്ള റോഡിലൂടെയാണ് ഈ ഒരു യാത്ര നടന്നത്. ഇത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ആദ്യം തന്നെ സഞ്ജുവിന്റെ ആ വാഹനം ഓടിച്ച ആളുടെ അടക്കമുള്ള ലൈസൻസ് റദ്ദാക്കുകയും സഞ്ജുവിനെ നിർബന്ധിത സേവനത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് 10 ദിവസത്തെ നിർബന്ധിത സേവനം നൽകണമെന്നുള്ള മാതൃകാപരമായ ശിക്ഷയും ഒക്കെ നൽകിയിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതി ഇവരുടെ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് ഈ ബ്ലോഗർമാരുടെ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് എല്ലാ പരിശോധനകളും നടത്തണമെന്നുള്ള നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ആർടിഒയ്ക്ക് നൽകിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ആർടിഒ രമണിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്ത കാലം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പീലിന് പോകാം, പക്ഷേ കോടതി അടക്കം ഇടപെട്ടതുകൊണ്ട് അതിനകത്ത് ഇനി തുടർ നടപടികൾ എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ കോടതിയിലടക്കം റിപ്പോർട്ട് പോയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ആർടിഒ തന്നെ അത് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. മാത്രമല്ല സഞ്ജുവിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരണ്യ വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂരിൽ കെ മുരളീധരനെ പിന്തുണച്ച പോസ്റ്റർ. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലുള്ളത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന പോസ്റ്റർ കണ്ണൂർ സ്റ്റേഡിയം പരിസരത്താണ് സ്ഥാപിച്ചത്. കെ മുരളീധരന് വേണ്ടിയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഫ്ലക്സ് ബോർഡ് പിന്നീട് നീക്കം ചെയ്തു. തൃശൂരിലെ കോൺഗ്രസിലെ ഭിന്നത പരിഹരിക്കാൻ നടപടി ആരംഭിച്ചതായി VK ശ്രീകണ്ഠൻ MP. ഭിന്നതയുള്ളവരുമായി സംസാരിച്ച് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണും. താൽക്കാലിക DCC പ്രസിഡന്റ് പദവി വേഗത്തിൽ ഒഴിയാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ഏൽപ്പിച്ച ജോലി തൃശ്ശൂരിലെ ഇപ്പോൾ അസ്വസ്ഥമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, സംഘടനയിലുള്ള അസ്വാരസ്യം മാറ്റാൻ ഞാൻ മുരളീധരനായിട്ട് മാത്രമല്ല എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ഞാൻ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റിനെ കാണാൻ വേണ്ടി കണ്ണൂർ പോയി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറ്റി നല്ല അടുക്കും ചേരുള്ള പാർട്ടിയായി തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി മാറ്റും. അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കും. ഇപ്പൊ പറ്റിയ പാകപ്പഴം എന്താണെന്ന് പരിശോധിക്കാൻ KPCC ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരും കൂടെ ആ നിഗമനം കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ തൃശ്ശൂരിലുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ഏതായാലും സൗബിൻ ഷാഹൂറിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുരുക്ക് മുറുകുകയാണ്. കാരണം കള്ളപ്പണമടക്കമുള്ള നിരവധിയായ ഇടപാടുകൾ ഈ സിനിമയുടെ വിജയത്തിന് പിറകിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കഥകൾ. വ്യക്തമായ തെളിവുകൾ ഇഡി കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഏതായാലും തമിഴ്നാട്ടിലടക്കം വലിയ കളക്ഷൻ നേടിയ സിനിമ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പണം കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സൗബിൻ ഷാഹിറിന് കുരുക്കുമുറുകയാണ്. മലയാളത്തിൽ 250 കോടി രൂപ കളക്ട് ചെയ്ത് വലിയ സൂപ്പർ ഹിറ്റായ സിനിമയ്ക്ക് പിന്നിലുള്ള ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ കേട്ട് അമ്പരക്കുകയാണ് മലയാളി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ഇപ്പോൾ ഇഡി ഈ വിഷയത്തിൽ ഇടപെടുന്നു. പോലീസിൻ്റെ കേസുണ്ട്, കോടതിയുടെ ഇടപെടലുണ്ട്. കോടതി വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ പരാതിക്കാരന് ഒരു 8 കോടി രൂപയോളമാണ് ഈ പരാതിക്കാരനായ നിക്ഷേപകരിൽ നിന്ന് പറ്റിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമായി ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിന് ആജ്ഞ വിവരങ്ങൾ കൂടുതലായി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിനും കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിനും വിട നൽകി ജന്മനാട്. ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂയപ്പള്ളി IPC ദേവാലയ സെമിത്തേരിയിൽ നടക്കുകയാണ്. പയ്യാമ്പലത്തായിരുന്നു അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം പുള്ളൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ ചടങ്ങ് നാളെയും പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം നാളെയും മറ്റന്നാളുമായി നടക്കാനുള്ളതും ഉണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
രണ്ടുപേരുടെ സംസ്കാരമാണ് നാളെയുള്ളത്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും ഒപ്പം തന്നെ പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെയും സംസ്കാരം നാളെ ഉണ്ടാകും. മറ്റന്നാളാണ് പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ്റെ സംസ്കാരം ഉണ്ടാകുക. 3 മൃതദേഹങ്ങളും 3 ആശുപത്രികളിൽ മോർച്ചറികളിലാണ്. തുരുത്തിയിലെ ആശുപത്രിയിലാണ് ശ്രീഹരിയുടെ മൃതദേഹമുള്ളത്. തിരുവല്ലയിലെ ആശുപത്രിയിൽ ഷിബു വർഗീസിൻ്റെയും ഒപ്പം തന്നെ കോട്ടയം മന്ദിരം കവലയിലെ മന്ദിരം ആശുപത്രിയിൽ ഈ സ്റ്റെഫിൻ്റെ മൃതദേഹവുമുണ്ട്. ചില ബന്ധുക്കളുടെയൊക്കെ വരവിൻ്റെ സൗകര്യം കൂടി പരിഗണിച്ചാണ്, വിദേശത്തുള്ള ബന്ധുക്കളുടെ വരവിൻ്റെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഈ സംസ്കാര സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ സംസ്കാരമുള്ള ശ്രീഹരിയുടെയും ഷിബു വർഗീസിൻ്റെയും മൃതദേഹം രാവിലെ തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരും. വീട്ടുവളപ്പിൽ തന്നെയാണ് ശ്രീഹരിയുടെ സംസ്കാരമുള്ളത്. പള്ളിയിലാണ് ഷിബു വർഗീസിൻ്റെ സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ദുഃഖത്തോടു കൂടി കഴിയുകയാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളായി ഇവർ കാത്തിരിപ്പിലായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വലിയ ദുഃഖത്തോടെയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മൃതദേഹം വന്നപ്പോൾ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവരെ ഈ മൃതദേഹം കാണാനെത്തുകയും വളരെ വേദനയോടുകൂടി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ സംസ്കാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്നലെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ ഈ സ്ഥലത്തെത്തുകയും ഈ സ്റ്റെഫിൻ്റെ അടക്കം മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നാളെ രാവിലെ ഈ സ്ഥലങ്ങളിൽ ഈ വീടുകളിലെത്തി ഈ അന്തിമോപചാരം അർപ്പിക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ശശിനാരായണനും ജയസേനാരായണൻ പന്തളം സ്വദേശി അടക്കം ഉള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരം? ഒരു നാട് ഒന്നാകെ യാത്രയയപ്പ് നൽകാനുള്ള വളരെ ദുഃഖകരമായ നിമിഷങ്ങളാണല്ലോ. ശശിനാരായണൻ, അല്പസമയത്തിനകം തന്നെ ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്തായാലും അവസാനഘട്ട അന്ത്യകർമ്മങ്ങളുള്ള ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് ആകാശിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പന്തളത്തെ വീട്ടിലെത്തിയത്. മന്ത്രി സജി ചെറിയാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻകുമാർ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ ആകാശിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് സംസ്കാര ചടങ്ങിലുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനും തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ചിതയിലേക്ക് മൃതദേഹം എടുക്കും. ഏതായാലും വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ആകാശിന് യാത്രയയപ്പ് നൽകിയത്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ആകാശിന്റെ സഹപ്രവർത്തക സുഹൃത്തുക്കളും ഒക്കെ തന്നെ വലിയൊരു ജനാവലി തന്നെ ആകാശിന്റെ പന്തളത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒരുപാട് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ നാട്ടുകാരും. വലിയ രാവിലെ ഒരു 11:10 മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനം വെച്ച് ആ നിമിഷം മുതൽ ഈ സംസ്കാര ചടങ്ങ് അവസാനിക്കാറായ സമയം വരെ വലിയ രീതിയിലുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും അടങ്ങുന്ന ബന്ധുക്കളും അടങ്ങുന്ന ഒരു വലിയ ജനസംഖ്യയും തന്നെ പന്തളത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അവസാനമായി ആകാശിനെ കാണാനും യാത്രയയപ്പ് നൽകാനുമാണ് ഈ ജനാവലി ആകാശിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ വലിയ പ്രിയങ്കരനായ ആകാശിന്റെ വിയോഗം ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും താങ്ങാതിനപ്പുറമാണ്. അല്പസമയത്തിനും തന്നെ ഈ വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സുഖം മൃതദേഹം ഇതിലേക്ക് എടുക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. രഞ്ജിത്ത്, ശരി. വിനീഷും കൂടി ചേരുന്നുണ്ട്. വിനീഷ്, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിന് വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജന്മനാട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊല്ലം സ്വദേശി വെളിച്ചിക്കര സ്വദേശിയുമായ ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകളാണ് കഴിഞ്ഞത്. പുയപ്പള്ളിയിലുള്ള എബിനേസറിലാണ് അന്ത്യവിശ്രമം. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനുണ്ട്. മറ്റ് ആളുകളുടെ 3ഓളം ആളുകളുടെ ചടങ്ങുകൾ നാളെയും മറ്റന്നാളുമായി. ഏതായാലും ഈ കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകടത്തിൽ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മഠത്തിൽ സ്വദേശി സേതു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവരുടെ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു.
ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണ്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനി എല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകാൻ നിന്നതാണോ എന്താണ് എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 മാസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ മരിച്ചു. 2 ജവാന്മാർക്ക് പരിക്കേറ്റു. 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഈ മാവോയിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ ഛത്തീസ്ഗഡ്. ഇവിടെ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞാണോ സൈന്യം എത്തിയത്? രഞ്ജിത്ത്, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമായ ഒരു മലയോര പ്രദേശത്താണ് ഈ വെടിവെയ്പ്പുണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ തുടരെ വെടിവെയ്പ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാണെന്ന് അറിഞ്ഞ് നാരായൺപൂർ, കങ്കാർ, തന്തേവാഡ, കൊണ്ടേഗാവ് എന്നീ 4 ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഒരു ജവാന് വീരമൃത്യു സംഭവിച്ചത്. ഒപ്പം 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 2 ദിവസമായി തുടരെ ഇവിടെ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോടും പടിഞ്ഞാറങ്ങാടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15 ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലായി ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആളുകൾ അല്പസമയത്തേക്കെങ്കിലും ഒന്ന് ഭയചകിതരായി. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ഒന്ന് നോർമലായി വന്നത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് സംഭവിച്ചത്. ഇന്ന് രാവിലെ 8:15 പാലക്കാട്, തൃശൂർ അതിർത്തി പ്രദേശങ്ങളിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അതിതീവ്രമല്ലെങ്കിൽ പോലും ആളുകളിൽ വലിയ തോതിൽ ഇത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. കാരണം ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിലുള്ള ശബ്ദമുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഷെൽഫിലും മറ്റും വെച്ച പാത്രങ്ങളെല്ലാം തന്നെ താഴോട്ട് വീഴുന്ന സംഭവമുണ്ടായി. ഇത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പ്രദേശത്തും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചൊവ്വല്ലൂർ ഭാഗങ്ങളിലുമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അതിന് പ്രാന്തപ്രദേശങ്ങളിലുമാണ്. ഈ ദേശമംഗലം ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ ഭൂചലനത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ദേശമംഗലം എന്ന് പറയപ്പെടുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണമെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. എന്തായാലും ജിയോളജി റവന്യൂ വകുപ്പ് സംഘം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും തുടർന്ന് ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും മുമ്പും ചെറിയ തോതിൽ ഈ ദേശമംഗലം ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തെ സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായ ഭൂചലനത്തിൽ നിന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ. കാരണം ഈ ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കിയത്. എന്തായാലും വേറെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങൾക്ക് വേറെ ആശ്വാസകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. വേറെ വലിയ തോതിലുള്ള സാധ്യതകളൊന്നുമില്ല. എന്തായാലും ഇതിൻ്റെ ഒരു വിശദമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും മറ്റു കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും അധികൃതർ പറയുന്നു. ശരി.
RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായി. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. വി വിനോദ് ചേരുന്നു. വിനോദ്, നിയമ നടപടികൾ നേരിടുകയാണ്. എന്തൊക്കെയാണ് ഇനി ഉള്ള കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, കോടതിയിൽ വാദം തുടർന്നു. സത്യഭാമയുടെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും തങ്ങളുടെ വാദമുഖങ്ങൾ നിരത്തി ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി കോടതി പിരിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും കോടതി ചേരും. സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്നതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ പോയിരുന്നു. എന്നാൽ കോടതി ആ ഹർജി തള്ളുകയും SC കോടതിയിൽ സമാനമായ ഹർജി നൽകാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യൽ, അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് പ്രോസിക്യൂഷൻ അവരുടെ നിലപാട് കൊണ്ടുപോകുന്നത്. ഷൂട്ട് ചെയ്ത വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിന് കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമെന്ന ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ 2-3 പ്രതികൾ, അതായത് ഈ യൂട്യൂബ് ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത കേസിലെ 2-3 പ്രതികൾക്ക് നേരത്തെ തന്നെ കോടതി ജാമ്യം നൽകിയിരുന്നു. ഈ റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത സത്യഭാമയെ അങ്ങനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടേണ്ടതില്ല. പോലീസിന് ചോദ്യം ചെയ്യണമെങ്കിൽ ഉപാധികളോടെ ജാമ്യം നൽകി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്, ആ വഴി അങ്ങനെ സ്വീകരിക്കാം എന്ന ഒരു കാര്യമാണ് കോടതി മുമ്പാകെ വെച്ചത്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഈ കേസിൽ അന്തിമ വിധി എന്നത് വ്യക്തമാകും. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി മെട്രോയുടെ എളംകുളം സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളി ഇളകിയ നിലയിൽ. സ്റ്റേഷന്റെ അടിഭാഗത്തുള്ള കോൺക്രീറ്റാണ് ഇളകിയത്. സ്റ്റേഷനിൽ നിരവധിയിടങ്ങളിൽ സമാന രീതിയിൽ കോൺക്രീറ്റ് പാളികൾ ഇളകിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ എളംകുളം, കടവന്ത്ര, വൈറ്റില സ്റ്റേഷനുകളിലാണ് കോൺക്രീറ്റ് പാളികൾ ഇളകിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തായിട്ട് വലിയ തോതിലാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരിക്കുന്നത്. റോഡിലേക്ക് തന്നെ 40 കിലോ ഉള്ള ഒരു പാളി വന്ന് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുമാത്രമല്ല, അത് ആ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു നിരന്തരം, അതായത് ഇതിന് തന്നെ പല ഇടത്തും പാളികൾ അടർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിരന്തരമായി ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, കൊച്ചി മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ നൽകിയ വാഗ്ദാനം അനുസരിച്ച് 100 വർഷങ്ങളോളം ഈടുണ്ടാകുന്ന ഒരു നിർമ്മിതിയാണ് കൊച്ചി മെട്രോ എന്നാണ്, മെട്രോയുടെ നിർമ്മിതി എന്നായിരുന്നു അവകാശപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ 5 വർഷം പോലും ആയിട്ടില്ല. ഈ 5 വർഷമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാളികൾ, കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത്. കൊച്ചി മെട്രോ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇവിടെ പാടം നികത്തി, വലിയ പാടം ഭാഗമായിരുന്നു, ഇവിടം നികത്തി റോഡ് പണിതതാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്ന നിർമ്മിതികളൊക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അതിന്റെ ഉപ്പിന്റെ അംശം കൂടുതലാണ്, pH വാല്യൂ വേറെയാണ്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉപ്പിന്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സിമന്റ് പാളികൾ ഇങ്ങനെ അടർന്നു വീഴുന്നതെന്നാണ് കൊച്ചി മെട്രോ അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ മെട്രോയുടെ അകത്തുള്ള ആ ഭാഗത്തും എസ്കലേറ്റർ കയറുന്ന ഭാഗത്തും സ്റ്റെയർ കേസിന്റെ തൊട്ടു താഴെയായിട്ട്, അതായത് യാത്രക്കാർ നേരെ ട്രെയിൻ യാത്രയ്ക്കായി സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്തും ഇതേ അവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. ഇവിടെ തന്നെ മറ്റൊരു അപകട മേഖലയായിട്ട്, അപകട സാധ്യതയുള്ള ഒരു ഭാഗമായിട്ടുള്ളത് ഈ കട്ടുള്ള ഈ ഭാഗമാണ്. ഇത് കൊച്ചി മെട്രോ തന്നെ നിർമ്മിച്ച പാലമാണ്. ഈ പില്ലർ നമ്പർ 828 സമീപത്തായുള്ള ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വാഹനങ്ങൾ അവിടെ വന്ന് പെട്ടെന്ന് സ്ലോ ചെയ്തിട്ട് കയറി പോകേണ്ടുന്ന ഒരു സാഹചര്യം. ഇതൊരു കയറ്റം കൂടിയാണ്. ഈ കയറി വരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ പെട്ടെന്നൊരു കട്ടുള്ളത് രാത്രി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. റോഡിന്റെ നിർമ്മാണ അപാകത മൂലം 13 മരണങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് നിർമ്മാണം നേരായ വിധത്തിൽ അതിന്റെ പാസ് വർക്കുകൾ പൂർത്തിയാക്കണം. അത്തരത്തിൽ നിരന്തരമായി അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇത് നിരന്തര ആവശ്യവുമാണ് ഈ ഭാഗം. അതുപോലെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം പാച്ച് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള നിരവധി ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരന്തരം ആയി അവർ ഉന്നയിക്കുന്ന ആവശ്യം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
മറ്റു വാർത്ത, കേരളത്തിന് ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപക്ഷെ റെയിലിന്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയനൊമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതല്ലേ. അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത്? ആർജവമുണ്ടെങ്കിൽ 2 ലൈന് കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം. 2 ട്രാക്ക് കൂടി കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരതിന്റെ ഇന്റർമിറ്റന്റ് സർവീസസ് ഉണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. മെട്രോ റെയിലിന് തുല്യമായി 2 സിറ്റി അല്ലെങ്കിൽ 3 സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമിറ്റന്റ് സർവീസ്. അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും. പക്ഷെ അന്നേരം പിന്നെ ചില മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 4ാം ദിവസത്തിൽ. മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തുള്ളത്. അടിസ്ഥാന സൗകര്യം ഒന്നുമില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. 10 വർഷം മുൻപ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ താൽക്കാലിക നിയമനം മാത്രമാണ് നടന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ പകപോക്കുകയാണെന്ന് സംശയിക്കുന്നതായി VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ പഠന നിലവാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 4ാം ദിവസത്തിലേക്കും SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇന്ന് 5ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു. സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതായത് 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളിലുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒപ്പം തന്നെ ഫാക്കൽറ്റി താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇത്ര വിദ്യാർത്ഥികളുടെ അനുപാതത്തിലുള്ള അധ്യാപകർ ഇല്ല. അതുമെല്ലാം തന്നെ തങ്ങളുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം 10 വർഷം മുമ്പ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഇനിയും ഒരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ഇവിടെ ഒരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതും യഥാർത്ഥത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ തൃശ്ശൂരിലോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. ഇതിനിടയിലാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു അതായത് പ്രവർത്തനം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒരു OP ഇല്ല, പിന്നെ കാഷ്വാലിറ്റി ഇല്ല, പിന്നെ ഫാക്കൽറ്റി ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല. എല്ലാരും കൂടി ഞങ്ങൾക്ക് സെറ്റാക്കി തന്നാല് ഉറപ്പ് കിട്ടാതെ ഞങ്ങള് 4ാം ദിവസമാണ് സൂചനാ സമരം ഉണ്ടായി. അത് കഴിഞ്ഞിപ്പോ 4ാം ദിവസമാണ് അനിശ്ചിതകാല സമരം തുടരുന്നത്. ഇതുവരെ തീരുമാനമായിട്ടില്ല. സമരം ചെയ്യുന്നത് ന്യായമാണ് എങ്കിൽ പോലും ഈ വിഷയം സർക്കാരിന്റെ മുന്നിലെത്തിച്ച് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. ഞാൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എന്റെ ഒരു ആവശ്യം. വിദ്യാർത്ഥികൾ തുടങ്ങിവെച്ച ഈ ഒരു സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഇതിൽ ലഭിച്ചാൽ മാത്രമേ തങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നു. വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം SFIയും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറി വില വീണ്ടും ഉയരാൻ സാധ്യത. പാലക്കാട് വേലന്താവള മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് കുറഞ്ഞു. 70 രൂപ, 70 ആറുമകൻ 1 2 3 4 45 60 രൂപ 61. ദിനവും നൂറുകണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി.
തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. കുർബാന തർക്കത്തിൽ ബിഷപ്പിന് കോടതി അലക്ഷ്യ നോട്ടീസ്. എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെതിരെയാണ് നോട്ടീസ്. ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന ഹർജികളിൽ കോടതി നിർദ്ദേശം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡാനി പോൾ ഇല്ല. ഏതായാലും ബിഷപ്പിന് നോട്ടീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് 6650, പവന് 53,200. സ്വർണം 18 ക്യാരറ്റ് 5530, പവന് 44,240. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000.